നമ്മളെപ്പോഴും ഇഴുകിച്ചേർന്ന് ജീവിക്കണം, മറ്റൊരാളെ ഉൾക്കൊണ്ട് ജീവിക്കണം. എൻ്റെ വികാരം അതാണ് എൻ്റെ പ്രൊപ്പഗണ്ട എന്ന് ഒരിക്കലും നമ്മളെ പഠിപ്പിക്കാൻ പാടില്ല. നമ്മൾ അത് മുന്നോട്ട് വെക്കാൻ പാടില്ല. മറ്റുള്ളവരുടേത് കൂടിയാണ് എൻ്റെ ജീവിതം. ശരിക്കും ദാമ്പത്യം ഷെയറിംഗ് ആണല്ലോ, ഷെയറിംഗ് ആണ്. ഈ പ്രകൃതിയിലെല്ലാം സ്നേഹം ഷെയർ ചെയ്യാനുള്ളതാണ്. നമുക്ക് കിട്ടുന്ന സമ്പത്ത് ഷെയർ ചെയ്യാനുള്ളതാണ്. എല്ലാം ഷെയർ ചെയ്യാനുള്ളതല്ലേ. നമ്മുടെ സമയം, നമ്മുടെ സാഹസം എല്ലാം ഷെയർ ചെയ്ത് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആണ് എന്നുള്ള വാശി നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അവിടെയൊക്കെ സുക്കരിയാവും. സുക്കരി എന്ന് പറഞ്ഞാൽ തന്നെ മധുരമുള്ളത്, മധുരം അല്ലേ. സുക്കരി ഈത്തപ്പഴല്ലേ. ഈത്തപ്പഴങ്ങൾ കുറേ ഉണ്ട്, പക്ഷെ ഒരു ഈത്തപ്പഴത്തിന് മാത്രം സുക്കരി എന്ന് പേര് കിട്ടാൻ കാരണം എന്താ? അത് അതിമധുരമാണ്, അതിമധുരം. ഈജിപ്തിലൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേര് ഹംസ എന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ സ്വഭാവത്തിന്റെ മധുരം കൊണ്ട് നാട്ടുകാർ അദ്ദേഹത്തിന് ഒരു ഓമന പേരിട്ടു, ഹംസത്തു സുക്കരി. പഞ്ചാര ഹംസ, മധുരമുള്ള ഹംസ. പഞ്ചസാര ഇപ്പം മേത്തൊക്കെ പിടിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അത് കൽബിലുണ്ടെങ്കിൽ എന്ത് രസം. ഹൽവ അല്ലെ, ഹൽവ. കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പറയില്ല നമ്മള്. ഹൽവ മധുരാണ്. മധുരം കുട്ടികൾക്ക് മാത്രമല്ല, ചില ആൾക്കാരുടെ പ്രകൃതി മധുരമുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടക്കാരെ. ഈ മധുരമുള്ള പ്രകൃതിക്കാരൻ ഒരാൾക്കും മറക്കാനും ഒരാൾക്കും വിസ്മരിക്കാനും കഴിയൂലല്ലോ, അവഗണിക്കാനും കഴിയൂല.